ഒരു അന്യ പെണ്ണിനെ നോക്കുന്നത് അത് സഹമുൻ മിൻ സിഹാബി ഇബ്ലീസ്, അത് ഇബ്ലീസിന്റെ അമ്പിൽ നിന്നുള്ള അമ്പാണ്. മസ്മൂമുൻ, വിശക്കിലൂട്ടിയതായ ഇബ്ലീസിന്റെ അമ്പിൽ നിന്നുള്ള അമ്പാകുന്നു. ഒരു കണ്ണുകൊണ്ട് ഒരു നോട്ടം നോക്കുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് അതാ സ്ത്രീയോട് ആകർഷണമുള്ള നിലക്കാണ് അവന്റെ പ്രകൃതിപരമായി സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ സ്ത്രീയേക്കാൾ കൂടുതലും പുരുഷൻ സ്ത്രീയെ നോക്കുന്നതും അതിൽ ആകർഷണം ഉണ്ടാകുന്നതും അത് ലൈംഗികമായി ചിന്തിക്കുന്നതും അത് പ്രകൃതിയാൽ ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അതിർത്തികളെ ലംഘിച്ചുകൊണ്ട് ഒരു അന്യ സ്ത്രീയിലേക്ക് നോട്ടവും അവന്റേതായ ചാഞ്ചാട്ടവും ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ നിലപാടുകളെ കൊണ്ട് സംവിധാനങ്ങളെ കൊണ്ട് അത് പിടിച്ചു നിർത്താൻ അല്ലാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ് വിവാഹം എന്ന് പറയുന്നത്. നീ ഒരു അന്യ സ്ത്രീയെ കാണുകയാണെങ്കിൽ, നീ അവളുമായി വല്ലതും നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിന്റെ പക്കലുള്ള പത്നിയുമായി നീ അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള സംവിധാനമാണ് വിവാഹം എന്ന് പറയുന്നത് സംവിധാനിക്കുന്നത്. ആ വിവാഹം ഉത്തമമായ ഒരു കുടുംബത്തെ ഇവിടെ സൃഷ്ടിക്കുകയാണെങ്കിൽ, ഇവിടെയുള്ള ഫെമിനിസ്റ്റുകൾ, ഇവിടെയുള്ള പുത്തൻവാദികൾ, ഇവിടെയുള്ള പ്രകൃതിവാദികൾ, ഇവിടെയുള്ള സ്വതന്ത്രവാദികൾ പറഞ്ഞത്, ഫെമിനിസ്റ്റുകൾ പറഞ്ഞത് എന്താണ്? ഈ സിനിമാ ലോകം എന്ന് പറയുന്നത് ഒരുപാട് പ്രചോദനങ്ങൾ മനുഷ്യരെ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പ്രചോദനം നൽകുന്നുണ്ട്. നാം ചിന്തിച്ചാൽ സിനിമാ ലോകത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ വൃത്തികേടുള്ളവനായി തീരാമെന്ന് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് കഞ്ചാവ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് തട്ടിപ്പിലൂടെ ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് നമുക്ക് സിനിമാ ലോകം സിനിമ നൽകുന്ന സന്ദേശമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഫെമിനിസ്റ്റുകൾ തന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ് സിനിമയിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ കൊടുക്കുന്ന ഏറ്റവും നല്ല മെസ്സേജ്. കുടുംബിനികളാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. കുടുംബത്തിന്റെ അകത്തുള്ള കുടുംബിനികൾ ഭാര്യ ഭർത്താവിൽ നിന്നും പീഡനം ഏൽക്കുകയാണ്. അതുകൊണ്ട് കുടുംബമില്ലാതായി തീരണം. അഥവാ വിവാഹം കഴിച്ചൊരു ഭർത്താവിന്റെ കീഴിൽ ഒതുങ്ങാൻ പാടില്ല. ഒരു ഭർത്താവിന്റെ ഉമ്മയുടെയും പിതാവിന്റെയും കീഴിലാകാൻ പാടില്ല. സർവ്വ സ്വാതന്ത്ര്യം വേണം. ഇവിടെ ആർക്കും ആരെയും ഉപയോഗപ്പെടുത്താം. ഉഭയകക്ഷിയിലൂടെ, സംവിധാനത്തിലൂടെ, പരസ്പരം ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഏതേത് വിഷയങ്ങൾക്കും ഒരു അതിർത്തിയില്ലാതെ ആർക്കും എവിടെയും എങ്ങനെയും ഉപയോഗപ്പെടുത്താൻ കഴിയും വിധത്തിലായി ഈ പുതിയ ലോകത്തിന്റെ സ്വതന്ത്രവാദികളും സർവ്വ സ്വാതന്ത്ര്യം പറയുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരും സ്ത്രീത്വത്തിന്റെ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവർ ഇന്ന് പ്രതികൂട്ടിലായി നിൽക്കുമ്പോൾ ഈ ചർച്ച ചെയ്യാതിരിക്കുന്നത് അബദ്ധമാണ്. നാം ചർച്ച ചെയ്യണം. ഒരേ ബെഞ്ചിൽ തന്നെ ആണും പെണ്ണും ഒരുമിച്ചിരുത്താൻ പാടില്ലെന്ന് ഇവിടുത്തെ മുസ്ലിയാക്കന്മാര് പ്രസംഗം പറഞ്ഞപ്പോ എന്തേ നോക്കുമ്പോഴേക്കും എന്തു പറ്റുമെന്ന് ചോദിച്ചവരും, അനാവശ്യമായി ഇസ്ലാമിലേക്ക് കുതിര കയറിയവരും, എന്തുകൊണ്ടാണെന്ന് സിനിമാ ലോകത്തിന്റെ ആ ഉള്ളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ പീഡനത്തിന്റെ കഥ ഇന്ന് സ്ത്രീകൾ വിളമ്പുമ്പോൾ പലതും മറച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുടുംബം ഇല്ലാതാക്കുക. സർവ്വ സ്വാതന്ത്ര്യം വേണം. എന്തിനും ആരെയും എങ്ങനെയും ഉപയോഗപ്പെടുത്താൻ കഴിയും വിധത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ മാറ്റിയപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ മതനിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒരു ഭർത്താവിന്റെ മുന്നിൽ തന്റെ ഭംഗി, അവൾ ആ ഭംഗി കാണിക്കേണ്ടടുത്ത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും കാണും വിധത്തിൽ അവളുടെ ഭംഗി അവൾ പരിചയപ്പെടുത്തുകയാണ്. ഒരു കല്യാണത്തിന്റെ വേദിയിലേക്ക് പോകുന്ന ഒരു പെണ്ണ്, അവൾ ഒരുങ്ങുന്ന ഒരുക്കത്തിലാണ്. അവൾ എത്രയാണ് ലിപ്സ്റ്റിക് തേക്കുന്നത്, അവൾ തന്നെയാണോ ഈ വരുന്നതെന്ന് സ്വന്തം ഭർത്താവ് തന്നെ തിരിച്ചു പോകുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോ ഭർത്താവിന്റെ മുന്നിൽ ഏത് കോലത്തിലാണ് അവൾ വന്നു നിൽക്കുന്നത്? ഇസ്ലാം പഠിപ്പിച്ച പാഠം ഈ ഭർത്താവിന്റെ മുന്നിൽ നല്ല അണിഞ്ഞൊരുങ്ങി ചെല്ലണമെന്ന് പഠിപ്പിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഇസ്ലാം മതത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ പുരോഗമന ആശയങ്ങൾ പറഞ്ഞ് വലിയ പുരോഗമനാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിലേക്ക് ചിത്രീകരിച്ചത് ഇവിടുത്തെ പുത്തൻ ആശയക്കാരും വിദഗ്ധക്കാരും. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ നിന്നും സ്ത്രീകൾ പലരും പുറത്തു ചാടണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ, സ്വതന്ത്രവാദികളെല്ലാം നാം സ്വീകരിച്ചപ്പോൾ ഇന്ന് വാതിൽക്കൽ മുട്ടൽ കൂടി. പ്രിയപ്പെട്ടവരെ, ഇത്തരം ആശയങ്ങൾ നാം പഠിപ്പിച്ചപ്പോൾ പർദ എന്ന സംവിധാനവും ഹിജാബ് എന്ന സംവിധാനത്തെയും ഒക്കെ നാം ഇസ്ലാമിക ലോകത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ കടിക്കാൻ വരുന്ന പട്ടിക്ക് ചങ്ങലയിടണമെന്നാണ് പഠിപ്പിച്ചത്.
പ്രിയപ്പെട്ടവരെ, കടിക്കാൻ വരുന്നവരെ ചങ്ങലയിടണമെന്ന് പറഞ്ഞപ്പോ ഇന്ന് സിനിമാ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന പോരായ്മകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പഠിക്കണം മനുഷ്യൻ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്തിമാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ മറപാലിക്കണം, നിങ്ങൾ മറപാലിക്കുക എന്ന്. അതേ, കണ്ണ് കാണാൻ കഴിയാത്ത അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ മറപാലിക്കുക. യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ ദൂതരെ, അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. ഈ അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനല്ലയോ? അദ്ദേഹം ഞങ്ങളെ കാണുകയില്ലല്ലോ, അദ്ദേഹം വലാ യഅരിഫുനാ, ഞങ്ങളെ മനസ്സിലാക്കുകയില്ലല്ലോ. മുത്തുനബി തിരിച്ചു ചോദിച്ചു, അഫഅംയബാനി അൻതുമാ, നിങ്ങൾ രണ്ടുപേരും അന്ധതയുള്ളവരാണോ സ്ത്രീകളെ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്തവരാണോ? ഉമ്മു മക്തൂമിനെ നിങ്ങൾ കാണുകയില്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർക്ക് ആകർഷകമായ രൂപത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പ്രകൃതിപരമായ യാഥാർത്ഥ്യമാണ്. ഒരു സ്ത്രീക്ക് തിരിച്ചും തോന്നാവുന്നതൊക്കെ തോന്നാം.